അപ്പോൾ ഞങ്ങളുടെ ഈ തവണത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എവിടെയാണെന്ന് അറിയാമോ? ബിഷപ്പ് ജെറോ നഗറിലേക്കാണ്. അവിടെ പോയി 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്തില്ല, അപ്പൊ അടുത്ത വീഡിയോക്കകത്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ കൊണ്ടുവന്ന് വണ്ടി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫുൾ വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബൈക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് RP മാളിലേക്കാണ്. ന്യൂ ഇയർ ആയതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ലിഫ്റ്റ് വന്നു. അടച്ചാണ് ഗ്രൗണ്ടിൽ പോവാം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ പറയുന്നത്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് അല്ലേ, ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ലിഫ്റ്റിന് ആക്ച്വലി വട്ടായെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഗ്രൗണ്ടാണ് ഞെക്കിയിരിക്കുന്നത്. നല്ല ഉണ്ടല്ലോ അച്ഛൻ എന്താ പരിപാടി? ബർഗർ. മക്ഡൊണാൾഡ്സിൽ പോവുക, ബർഗർ കഴിക്കുക അല്ലേ. തിരക്കാണെങ്കിൽ നമുക്ക് അവിടെ കയറണ്ട. ഓക്കെ, ഫുഡ് കോർട്ടിൽ പോവാം. ഫുഡ് കോർട്ടിൽ പോകാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവിടുന്ന് നേരെ നമ്മുടെ മക്ഡൊണാൾഡ്സിലേക്കാണ് കേട്ടോ പോയത്. അത്യാവശ്യം തിരക്കുണ്ട്. എന്നാൽ ഓവറായിട്ടുള്ള തിരക്കൊന്നും ഈ മാളിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോൾ കാണാം. കൂടുതലും മാക്ഡൊണാൾഡ്സിലാണ് തിരക്കുള്ളത്. അതെ, ഫുഡ് കോർട്ടിലും അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. സ്ഥിരമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ചിക്കൻ കബാബ്, ബർഗറും ഓരോ ഐസ്ക്രീം അല്ല, ഒരു ഐസ്ക്രീം കേട്ടോ. എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഐസ്ക്രീം കഴിച്ചപ്പോഴേ അച്ചുവിന് കിടുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അച്ചുവാണ് ഓർഡർ ചെയ്തത്. ഞാൻ കഴിച്ചില്ല. എനിക്ക് തൊണ്ട അത്ര ഇതല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഏകദേശം 20 മിനിറ്റ് നമ്മുടെ ഓർഡർ ആയി വരാനായിട്ട് 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അവിടെ തിരക്കുണ്ടായിരുന്നു ഇന്നത്തെക്കാട്ടി. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ മുകളിലേക്ക് പോയി കടകളിലൊക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും കാണുമെന്ന്. പക്ഷേ അത്രയ്ക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അധികം അങ്ങനെ ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നേരെ നമ്മൾ ഒരു സൈഡിൽ വന്ന് നിന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി വന്നതാണേ. സംഭവം ഇവിടെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും താഴെ ഗുഡ് ബൈ 2023 വെച്ചിട്ടുണ്ട്. വെൽക്കം 2024. നമുക്കവിടെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ. ഈ മാളിന് ദാരിദ്ര്യമാണെന്ന് തോന്നുന്നില്ലേ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മുകളിലത്തെ ഒരു ഫ്ലോറിലോട്ട് പോയി കേട്ടോ. അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാ പോയത്. പക്ഷേ എവിടെയോ ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു പരിപാടിയോ കാര്യങ്ങളോ ഒന്നും RP മാളിൽ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എസ്കലേറ്ററിൽ ഞങ്ങൾ കയറി നേരെ മുകളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. മസാജിങ് ചെയറൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പം അവിടെയൊക്കെ ഈ ഒരു സംഭവം കണ്ടോ, മസാജിങ് ചെയറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ പോയി മുകളിലൊക്കെ പോയി ഒന്ന് കറങ്ങി നേരെ നേരെ തിരിച്ചു വന്നു കേട്ടോ. 20 മിനിറ്റ് ഞങ്ങൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് നോക്കിയതാണ്. പക്ഷേ എങ്ങും ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. എന്തായാലും ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ വന്ന സമയം കറക്റ്റ് ആയിരുന്നു. അതെ, പിന്നെ ഒന്നും നോക്കിയില്ല. കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തോട്ടോ. സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പോൾ ഞാൻ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ സാധനമൊക്കെ മേടിച്ചു. ഐസ്ക്രീം തന്നെ ആദ്യം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമും മേടിച്ചു, ബർഗറും കിട്ടി. അങ്ങനെ നേരെ നമ്മൾ സീറ്റിൽ വന്നിരുന്നു. ആദ്യം ഞാൻ ഐസ്ക്രീം കഴിച്ചു, അത് കഴിഞ്ഞ് ബർഗർ കഴിച്ചു കേട്ടോ. പക്ഷേ നമ്മൾ പറഞ്ഞ ചിക്കൻ കബാബ് ബർഗർ ആയിരുന്നു കേട്ടോ. സ്പൈസി എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ സ്പൈസി ആക്കി തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല സ്പൈസി ആയിട്ട്. നിനക്ക് സ്പൈസി ആയിരുന്നു കേട്ടോ? സ്പൈസി ആയിരുന്നു. ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ എപ്പോൾ വന്നാലും ചിക്കൻ കബാബ് ബർഗറാണ് കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്നത്. നമുക്കെന്തോ അത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മറ്റേതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് വരുമ്പോൾ ഇത് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. മഹാരാജയൊക്കെ കാട്ടിലും എന്തോ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസി ആക്കി തരികയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അവിടുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഐസ്ക്രീം ആദ്യമേ കഴിച്ചുകൊണ്ട് എരി നല്ല രീതിയിലുണ്ടായിരുന്നു അല്ലേ. എരി കാരണം ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അപ്പം നമ്മൾ RP മാളിൽ അകത്ത് വന്നേക്കാം കേട്ടോ. നമ്മൾ മക്ഡൊണാൾഡ്സിൽ പോയി ബർഗറൊക്കെ കഴിച്ചു. അച്ഛൻ ഐസ്ക്രീം കഴിച്ചു, ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല.
അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇവിടെ 2 ഇതുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. 2023 പിന്നെ വെൽക്കം 2024. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ലൈറ്റും കുറച്ച് സ്റ്റാർ, പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് വെച്ച ഒരു ക്രിസ്മസ് പപ്പയും ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോവാട്ടോ, ഇവിടെ പോവാം, ഇറങ്ങാം. പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ ലിഫ്റ്റ് എടുത്തു, നമ്മൾ താഴെ വന്നു, നമ്മുടെ വണ്ടി എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അങ്ങനെ ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല അല്ലേ, ഒന്നുമില്ല. ഒരു വകയില്ല, ഒന്നുമില്ല. RP മാളില് ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു സംഭവം. പിന്നെയും ബിഷപ്പ് ജെറോ നഗറിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്. നാളെ ന്യൂ ഇയർ പ്രമാണിച്ച് നാളെ അടിപൊളി പ്രോഗ്രാം. അപ്പൊ എന്തായാലും നാളത്തെ പ്രോഗ്രാം നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങി ഇപ്പം ഇവിടുന്ന് നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോവാം. എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ആദ്യം എന്തായാലും കുറച്ച് ഫുഡ് മേടിക്കാൻ നോക്കട്ടെ. എങ്ങനെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് അടിപൊളി പ്രോഗ്രാം കണ്ടു. പക്ഷെ നമ്മുടെ കൊല്ലത്ത് ഒന്നുമില്ല. ബീച്ചിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. ചുമ്മാ നമുക്കൊന്ന് കറങ്ങി. ബിഷപ്പ് ജെറോ എന്ന് പറഞ്ഞ ഞങ്ങൾ കണ്ടേ. ബീച്ചിലുണ്ടോ നമുക്ക് അറിയത്തില്ല. ബീച്ചിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ കഴിഞ്ഞ തവണ നല്ല തിരക്കായിരുന്നു. അതെ, എന്തായാലും ഒന്ന് പോയി നോക്കാം. വർക്കലയിലോട്ട് പോകുന്നത് കേട്ടോ, ഭയങ്കര നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വർക്കലയിലോട്ട് പോകണം, ബീച്ചിൽ പോകാം. അപ്പൊ ഞങ്ങള് RP മാളിൽ നിന്ന് പുറത്തിറങ്ങി. RP മാളിനോട് നമ്മൾ വിട പറഞ്ഞു. ഇനി ന്യൂ ഇയറിന്റെ ഒന്നുമില്ല. ഒരു ന്യൂ ഇയർ ആയിട്ട് ഒരു പ്രോഗ്രാമോ ഒന്നുമില്ല. അവിടെ ഉള്ള ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്തു. ഒരുവിധം ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബിഷപ്പ് ജെറോ നഗറിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ബീച്ചില് വല്ലതും ഉണ്ടോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ബീച്ചിൽ പോയില്ല. RP മാള് ശോകം, വൻ ശോകം. RP മാള് ആ സമയം ബിഷപ്പ് ജെറോ നഗറിലെ ലൈറ്റിങ് അത് സൂപ്പറാണ്. സൂപ്പർ ആട്ടോ. ഇവിടെ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ഈ ഒരു കോംബോ എടുക്കാം. ഇവർക്ക് വേറെ ഓഫർ ഉണ്ട്, പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. ഒരുപാടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചെറിയ കോംബോ. ഓക്കെ, ഓർഡർ ചെയ്ത് കേട്ടോ. നമുക്ക് ബില്ല് 681.46 പൈസ. നമ്മൾ ഓർഡർ ചെയ്ത് എത്ര പീസാ? 4 പീസ് സ്പൈസ്, 4 പീസും ഹോട്ട് വിങ്സ് 4 പിന്നെ ഗാർലിക് പേസ്റ്റ് 2 കൊക്കക്കോള 300. കൊക്കക്കോള 300. നമ്മൾ കൊക്കക്കോള എടുത്താലും 2 അത് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ചിക്കിങ്ങിൽ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ അവർ 20 മിനിറ്റാണ് ടൈം പറഞ്ഞത്. അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ഫുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ആളൊക്കെ കുറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് പോലും നമുക്കൊരു 20 മിനിറ്റ്. നമ്മുടെ ടോക്കൺ നമ്പർ ഇതാണ് കേട്ടോ കിട്ടിയത്. നമ്മുടെ ഫസ്റ്റ് ന്യൂ ഇയർ നമ്മളിവിടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ന്യൂ ഇയർ ഞങ്ങൾ ചിക്കിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പഴാ വരുന്നേ അല്ലേ? ടേക്ക് അവേ എടുത്തേക്ക്. അല്ലാതെ നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ടോക്കൺ നമ്പർ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു 2 ഡ്രിങ്ക് ഉണ്ട്, ഏതൊക്കെയാണ് വേണ്ടതെന്ന്. പിന്നെ 2 കൽപ്പിച്ച് 2 മിക്സ് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സാധനം എല്ലാം ഓർഡർ ചെയ്ത് എല്ലാം കിട്ടി കേട്ടോ, എല്ലാം കിട്ടി. അങ്ങനെ സാധനം എല്ലാം കിട്ടി. മിക്സ് ചെയ്തെടുത്ത് ഒരു കോളയും എടുത്ത് ഒരു സ്പ്രൈറ്റും എടുത്ത് അഡീഷണൽ ഒരു കവറും മേടിച്ച് ഇതെല്ലാം മേടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇറങ്ങും. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഇറങ്ങും. അപ്പം ഈ വർഷം തീരാൻ പോവാണ്. അപ്പൊ അത് ഞങ്ങൾ ഫുഡ് കഴിച്ച് തന്നെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. അതെ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുക. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങും. നമുക്ക് ബീച്ചിൽ വരാം. ബീച്ചിൽ വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങക്ക് ക്ലിഫിൽ പോണോന്നുണ്ടായിരുന്നു വർക്കല. പക്ഷെ പോയി കഴിഞ്ഞാ ഒരുപാട് ലേറ്റ് ആവുകയും ഞങ്ങൾ പോയില്ല. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ടോ? അത് ഓൾറെഡി ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ തിരക്കായതുകൊണ്ടായിരിക്കാം ക്ലോസ് ചെയ്തു. പോലീസ് അവിടെ നിന്ന് വണ്ടികളെല്ലാം തിരിച്ചു വിട്ടോണ്ടിരിക്കും. അവിടെ ക്ലോസ് ചെയ്തു. ഇനി ആർക്കും അതുവഴി ബീച്ചിൽ പോകാൻ പറ്റത്തില്ല. പോണമെങ്കിൽ ഇതുവഴി കറങ്ങി തന്നെ പോണം.
എനിക്കൊന്ന് ബീച്ച് ഓൾമോസ്റ്റ് തിരക്കായി കാണും. പക്ഷെ ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ പോകുന്നുണ്ടായിരിക്കും, ആയിരിക്കും, എന്താ അറിയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു അവിടെ. നമുക്ക് പക്ഷെ കഴിഞ്ഞ വർഷം ബീച്ചിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും നല്ല തിരക്കായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ബീച്ചിലൊന്ന് പോയി നോക്കാമെന്നുള്ളതേ ഉള്ളു. അതുവഴി നമുക്കേ വേറൊരു സംഭവം നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോകട്ടോ. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഭയങ്കരമായിട്ടുള്ള വികസനം കേട്ടോ, ഭയങ്കരമായിട്ട് പണിയാണ്. നമ്മുടെ എയർപോർട്ട് കണക്കൊക്കെ ആക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്, കറക്റ്റ് അറിയത്തില്ല. അതെ അതെ, അടിപൊളി പണി നടന്നുകൊണ്ടിരിക്കുക. അതെ, എയർപോർട്ടിന്റെ കണക്ക് ഞാൻ പത്രത്തിൽ വായിച്ചത് എയർപോർട്ട് ആ രീതിയിൽ തന്നെ വരുന്നതെന്നാ വായിച്ചത്. പക്ഷെ അതായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താ വെച്ചാലേ ഒരുപാട് ഇപ്പൊ ഈ ഭാഗമൊക്കെ ഫ്രീ ആയിട്ട് കിടന്ന സ്ഥലങ്ങളാണ്, അതായത് ക്വാർട്ടേഴ്സ് ഒക്കെ കിടന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് 2-3 മാസം കൊണ്ടാണ് ഇതെല്ലാം ഇത്രയായത്. ഭയങ്കര സ്പീഡ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം പാർക്കിങ്. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ബിഷപ്പ് ജെറോം നഗറിലെ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് അറിയില്ല, ഇപ്പം 10:28 അങ്ങാണ്ടായെന്ന് തോന്നുന്നു ടൈം. പക്ഷെ ഫുള്ള് കളറാണ്. ഇല്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും. എനിക്കൊന്ന് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഇന്നത്തെ പ്രോഗ്രാം തീരത്തോളായിരിക്കും. പക്ഷെ നാളെ അടിപൊളി പ്രോഗ്രാം ആണ് ബിഷപ്പ് ജെറോം നഗറിലെ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ എന്തായാലും അവിടെ വന്ന് നോക്കാം. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാല് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ. വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. നമുക്ക് ഷോട്ട് ഇടാം കേട്ടോ. പറയുവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതെ അതെ, ഷോട്ട് എടുത്തിടാം കേട്ടോ, ലോങ് ഇടാൻ പറ്റിയില്ലെങ്കിലും. ടൊമാറ്റോ കെച്ചപ്പ്. എല്ലാ ഐറ്റവും ഇതിനകത്തുണ്ട്. മീൽസും ബ്രോസ്റ്റലും എല്ലാ സാധനവും ഇതിനകത്തുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ബ്രോസ്റ്റൽ ഉപയോഗിക്കാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാം. ഈ പ്ലേറ്റിലുണ്ട്, അത് മൊത്തവും കാലിയാക്കിയിട്ട് എന്റെ പ്ലേറ്റിലോട്ട് കൈയിടാൻ വരുന്ന കൊതിയത്. നമ്മള് ബീച്ചിലോട്ട് പോകുന്നില്ല, ബീച്ചിലോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കും ബ്ലോക്കും. ഭയങ്കരമായ തിരക്കാണ്. അപ്പൊ നമുക്ക് ഞങ്ങൾ എന്തായാലും ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പോലീസ് വണ്ടിയെല്ലാം തിരിച്ചു വിടുന്നു. അപ്പോൾ എല്ലാവരും നേരെ തങ്കശ്ശേരിയിലോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴും ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് പോലീസുകാർ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്ത് നമുക്ക് അവിടെ നിന്നൊരു ബൈക്ക് പോണ വഴി അറിയായിരുന്നു കേട്ടോ. കാറ് പകുതി വരെ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കുറേ വണ്ടികൾ പോയിട്ടും ഫുൾ അതും ബ്ലോക്കായി. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പെട്ടു കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. വേറെ ആയില്ല, ഇനി ഏതാണ്ട് 5 മിനിറ്റും കൂടെ ഉള്ളൂ അല്ലേ? എത്ര മിനിറ്റ് ഉണ്ട്? നമുക്ക് ബൈക്ക് വെക്കാൻ പാർക്കിംഗ് കിട്ടില്ല. 3 മിനിറ്റും കൂടെ ഉള്ളൂ. 3 മിനിറ്റ് കൂടെ ഉള്ളു. അതിന് കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. നടക്കുവാണ്. പെട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നോക്കാം, കാണാൻ പറ്റുന്ന പെട്ട് നിൽക്കും. ഇങ്ങനെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയാൻ വയ്യാതെ ഞങ്ങൾ നേരെ എത്തിപ്പെട്ടുണ്ടല്ലോ. അടിപൊളി ഒരു പരിപാടിയിലേക്കാണ് കേട്ടോ വന്നെത്തിപ്പെട്ടത്. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും ജനം ഇവിടെ കാണുമെന്ന്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സെറ്റപ്പായിരുന്ന കൊല്ലത്ത് ഇങ്ങനെ ഒരു ആഘോഷം നമ്മൾ പ്രതീക്ഷിക്കത്തേ ഇല്ല കേട്ടോ. അടുത്ത കണക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ബീച്ചിൽ പോലും ഇത്ര ആഘോഷമില്ലായിരുന്നെന്ന്.
അത്യാവശ്യം അടിപൊളി വൈബിലുള്ള സൗണ്ടും ലൈറ്റും ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. ഇത് തങ്കശ്ശേരി ഭാഗമാണ് കേട്ടോ ഇത്. ഇതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ല, അറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾക്ക് വരാമായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയി. അകത്തേക്ക് കയറാൻ നേരത്തെ പോലീസുകാർ പറഞ്ഞത് അവിടെ സ്ഥലമില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, തിരിച്ചു പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ അകത്ത് കയറിപ്പറ്റി. അതെ, നമ്മൾ നിൽക്കുന്ന സ്റ്റേജിന്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതാണ്, വലിയൊരു ഭാഗമാണ് ഈ ഒരു ഗ്രൗണ്ട്. അത്യാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു കേട്ടോ. കൊല്ലത്തേർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ബീച്ചിൽ പോലും ഒരു ഇത്ര ഒരു വൈബ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ തവണ ഇത് തുടങ്ങിയതെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നമ്മുടെ കൊല്ലത്തുകാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയണം കേട്ടോ, കൊച്ചു കുട്ടികൾ മുതൽ അങ്ങ് പ്രായമായവർ വരെ ഈ ഒരു ഫംഗ്ഷനകത്ത് അടിച്ച് പൊളിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര വൈബായിരുന്നു കേട്ടോ. എന്തായാലും ഈ വർഷത്തെ ഒരു തുടക്കം അത് അടിപൊളി തന്നെ ആയിരുന്നു അല്ലേ ചു? അപ്പം ന്യൂ ഇയറിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ. നമ്മൾ വന്നത് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ വന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ഫുള്ള് വൈബായിരുന്നു അല്ലേ. സത്യം പറഞ്ഞ കൊല്ലത്തിന്റെ വൈബ് ഇവിടെ ആയിരുന്നില്ലേ, ബീച്ചിലൊന്നും ഒന്നുമില്ലായിരുന്നു, ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ വൈബ്. തങ്കശ്ശേരിയിലായിരുന്നു വൈബ് മൊത്തം, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ എല്ലാം കണ്ടു. ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോലെ കുറെ നേരം കൊണ്ട് ഞങ്ങൾ നടന്നോണ്ടിരിക്കുക കേട്ടോ. വണ്ടി കാണുന്നില്ല, വണ്ടി വെച്ച സ്ഥലവും മറന്നുപോയി, എന്റെ ദൈവമേ. അപ്പം അടിപൊളി ന്യൂ ഇയർ ആയിട്ട് കൊള്ളാട്ടോ. വണ്ടി കാണാതെ പോയി, വണ്ടി എവിടാ വെച്ചെന്ന് പോലും അറിയാൻ വയ്യ. വണ്ടി കളഞ്ഞു പോയി, എവിടെ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഉറപ്പാ, എവിടെ വെച്ചിട്ടുണ്ട് സാധനം. ഇത്രയും ദൂരം വന്നായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. അവിടെ പോകാനുള്ള വെപ്രാളത്തിന് എവിടെ വണ്ടി വെച്ച് ഈശ്വര. സത്യം പറഞ്ഞ കൊറേ നേരം കേട്ടോ, കൊറേ നേരം കിട്ടി. കാണാതെ പോയ മുത്തിനെ കിട്ടി. ഇതായിരിക്കുന്നു. ഹെൽമെറ്റും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ, നല്ല വൈബായിരുന്നു. നേരത്തെ വരണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് അറിയാം, ഇവിടെ തന്നെ ആക്കിയെന്ന് അറിയാം. അങ്ങനെ കാണാതെ പോയ മുത്തിനെയും കിട്ടി. പ്രോഗ്രാം നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കാണും. അതെ, നമുക്ക് നേരത്തെ വരണ്ടായിരുന്നു, മിസ്സായി പോയിട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നല്ല തിരക്കായി തുടങ്ങി. അപ്പം പിന്നെ നമുക്കങ്ങ് പോവാല്ലേ. അപ്പം ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ, താങ്ക് യു.